നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ കാസ്കറ്റ്സ് ഓഫ് ലൈഫിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. വേർ ടു ലൈഫ് ആക്ടിവിറ്റീസ് ടേക്ക് പ്ലേസ്, അതായത് ലൈഫ് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എവിടെ വച്ചിട്ടാണ്? ഒരു ഓർഗാനിസത്തിൽ ജീവൽ പ്രവർത്തനങ്ങൾ ലൈഫ് ആക്ടിവിറ്റീസ് നടക്കുന്നത് എവിടെ വച്ചിട്ടാണ്? ആൻസർ സെൽസ്. എവിടെ വെച്ചിട്ടാണ്? സെൽസിൽ, കോശങ്ങളിൽ. സെൽസിൽ അല്ലെങ്കിൽ കോശങ്ങളിൽ വെച്ചിട്ടാണ് ലൈഫ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. വാട്ട് ആർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്? റൈറ്റ് എക്സാമ്പിൾസ് ഫോർ ദിസ്. അറിയാലോ, യൂണിസെല്ലുലാർ ഏകകോശ ജീവികൾ എന്നാൽ എന്താണ്? അവയ്ക്ക് 2-3 എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഗാനിസംസ് ഹാവ് ഓൺലി എ സിംഗിൾ സെൽ ഇൻ ദ ബോഡി ആർ കോൾഡ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ജീവികൾക്ക് ഓൺലി എ സിംഗിൾ സെൽ, ഒരേ ഒരു സെല്ലേ ഉള്ളൂ ഇൻ ദെയർ ബോഡി, അവരുടെ ബോഡിയിൽ ഒരൊറ്റ സെല്ലേ ഉള്ളൂവെങ്കിൽ അങ്ങനെയുള്ള ജീവികളെ, അങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണി സെല്ലുലാർ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. അമീബ, പാരമീസിയം ആൻഡ് യൂഗ്ലിന. അപ്പോൾ യൂണി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിളാണ് അമീബ, പാരമീസിയം, യൂഗ്ലിന, ഇതെല്ലാം. ഓക്കെ. അടുത്തത് വാട്ട് ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്? റൈറ്റ് എക്സാമ്പിൾസ് ഫോർ ദിസ്. മൾട്ടി സെല്ലുലാർ ബഹുകോശ ജീവികൾ എന്നാൽ എന്താണ്? അവയ്ക്ക് എക്സാമ്പിൾ, അവയ്ക്ക് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഗാനിസംസ് വിത്ത് മോർ ദാൻ 1 സെൽ ഇൻ ദെയർ ബോഡി ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ഒരു ജീവിയുടെ ശരീരത്തിൽ ഒന്നിൽ കൂടുതൽ സെൽസ് ഉണ്ടെങ്കിൽ അവയെ നമ്മൾ എന്ത് പറയുന്നു? മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ അനിമൽസ്, പ്ലാന്റ്സ്, ക്യാറ്റ്, ഡോഗ്, ഹോഴ്സ്, ജാക്ക് ഫ്രൂട്ട് ട്രീ, അങ്ങനെയുള്ള എന്തും എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഡു യു നോട്ടീസ് എനി ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദി ചീക്ക് സെൽസ് ഓഫ് ദി ചൈൽഡ് ആൻഡ് ദ അഡൾട്ട്? കമ്പയർ യുവർ ഫൈൻഡിങ്സ് വിത്ത് ദ ഗേഴ്സ് യു മെയ്ഡ്. അതായത് ഈ ചീക്ക് സെൽസ് എന്ന് വെച്ചാൽ നമ്മുടെ കവിളിലെ സെൽസ്, കോശങ്ങൾ. അപ്പോൾ ഒരു ചൈൽഡിലും, ഒരു കുട്ടിയുടെ കവിളിലെ കോശങ്ങളിലും ഒരു അഡൾട്ട്, പ്രായപൂർത്തിയായ ഒരാളുടെ കവിളിലെ കോശങ്ങളും പരിശോധിച്ചാൽ അവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു കുട്ടിയുടെ കവിളിലെ സെൽസും പ്രായപൂർത്തിയായ ഒരാളുടെ കവിളിലെ സെൽസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആൻസർ, ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദി ചീക്ക് സെൽസ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ്. ചിൽഡ്രനിലും അഡൾട്ട്സിലും ചീക്ക് സെല്ലിൽ ഒരു ഡിഫറൻസും ഇല്ല. ഒരേപോലത്തെ ചീക്ക് സെല്ലായിരിക്കും. ചിൽഡ്രൻസിനും അഡൾട്ട്സിനും ഉള്ള ചീക്ക് സെൽസ് ഒരേ സൈസിലുള്ളതായിരിക്കും. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്. കാരണം കുട്ടികളുടെ ചീക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞു ചീക്കാണ്, അഡൾട്ട്സിനാണെങ്കിൽ വലിയ ചീക്കാണ്, അല്ലേ? വലിയ കവിൾത്തടങ്ങളാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും വ്യത്യാസം? ആ സെൽസിൻ്റെ എണ്ണത്തിൽ, നമ്പർ ഓഫ് സെൽസിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അഡൾട്ട്സിന് നമ്പർ ഓഫ് സെൽസ് കൂടുതലായിരിക്കും, എന്നാൽ ചിൽഡ്രൻസിന് നമ്പർ ഓഫ് സെൽസ് കുറവായിരിക്കും. പക്ഷേ ഈ സെൽസിൻ്റെ സൈസിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദർ ഈസ് നോ ഡിഫറൻസ്, ഒരു വ്യത്യാസവും ഇല്ല. എവിടെ? ഇൻ ദ സൈസ് ഓഫ് ദി ചീക്ക് സെൽസ്. ചീക്ക് സെൽസിൻ്റെ സൈസിൽ ഒരു വ്യത്യാസവും ഇല്ല. എവിടെ? ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ്. ചിൽഡ്രനിലും അഡൾട്ട്സിലും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ ബോഡി ഗ്രോ വിത്തൗട്ട് ബ്രിങ്ങിങ് അബൌട്ട് എനി ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദി സെൽ? ആ സെല്ലിൻ്റെ സൈസ് ചേഞ്ച് ആവാതെ നമ്മുടെ ബോഡി എങ്ങനെയാണ് വളരുന്നതെന്ന്, ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്, വളരുന്നത് എങ്ങനെയാണെന്ന് ഇത്തിരി അടുത്ത് എൻ്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. എന്താ ആൻസർ? ആസ് ദി സൈസ് ഓഫ് ദി ഓർഗാനിസംസ് ഇൻക്രീസസ്. ഒരു ഓർഗാനിസത്തിൻ്റെ സൈസ്, അതിൻ്റെ വലിപ്പം ഇൻക്രീസ് ചെയ്യുമ്പോൾ ദ സൈസ് ഓഫ് ദി സെൽ ഡസ് നോട്ട് ഇൻക്രീസസ്. സെല്ലിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നില്ല? ഇൻക്രീസ് ചെയ്യുന്നില്ല. സെല്ലിൻ്റെ സൈസ് കൂടുന്നില്ല. പക്ഷേ അവിടെ എന്താണ് കൂടുന്നത്? ബട്ട് ദ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ്ഡ്. അവിടെയുള്ള സെൽസിൻ്റെ എണ്ണമാണ് കൂടുന്നത്. നമ്പർ ഓഫ് സെൽസ് ആണ് കൂടുന്നത്. മനസ്സിലായോ? ആസ് ദി സൈസ് ഓഫ് ദി ഓർഗാനിസംസ് ഇൻക്രീസ്. ഒരു ഓർഗാനിസത്തിൻ്റെ സൈസ്, വലിപ്പം ഇൻക്രീസ് ചെയ്യുമ്പോൾ, കൂടുമ്പോൾ ദ സൈസ് ഓഫ് ദി സെൽ ഡസ് നോട്ട് ഇൻക്രീസസ്. സെല്ലിൻ്റെ സൈസ്, ആ കോശത്തിൻ്റെ വലിപ്പം ഡസ് നോട്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല, കൂടുന്നില്ല. ബട്ട് ദ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ്ഡ്. പക്ഷേ സെല്ലിൻ്റെ എണ്ണം, നമ്പർ ഓഫ് സെൽസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഇൻ ഹ്യൂമൻ ബോഡി? ഒരു മനുഷ്യ ശരീരത്തിലെ ഡിഫറെൻറ്റ് ടൈപ്സ് സെൽസ് ഏതൊക്കെയാണെന്ന്. ആൻസർ, മസിൽ സെൽസ്, പേശീകോശങ്ങൾ, നെർവ് സെൽസ്, നാഡീകോശങ്ങൾ, ബ്ലഡ് സെൽസ്, രക്തകോശങ്ങൾ,
ചീക്ക് സെൽസ്, കവിളിലെ കോശങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള സെൽസ് ഹ്യൂമൻ ബോഡിയിലുണ്ട്. അടുത്തത് ഐഡൻറ്റിഫൈ ദ സെൽസ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദം ഡൗൺ. താഴെ കുറച്ച് സെൽസിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ടെക്സ്റ്റിലുള്ള സെയിം പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ സെല്ലും ഐഡൻറ്റിഫൈ ചെയ്യണം, ഇത് ഏത് സെല്ലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിൻ്റെ താഴെ അത് ഏത് സെല്ലാണെന്ന് എഴുതി വെക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. ഒന്നാമത്തത് ചീക്ക് സെൽ, കവിളിലെ കോശങ്ങളുടെ ഫിഗറാണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തത് ബ്ലഡ് സെൽസ്, നമ്മുടെ രക്തകോശങ്ങൾ നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ഇതേപോലെ ഇരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ചീക്ക് സെല്ല്, ബ്ലഡ് സെല്ല്. അടുത്തത് ഇത് നെർവ് സെൽസാണ്. നെർവ് സെൽസ്, ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശങ്ങൾ എന്ന് പറയും. അതിൻ്റെ താഴെയുള്ളത് മസിൽ സെൽ, പേശീകോശങ്ങൾ, പേശിയുടെ കോശത്തിൻ്റെ ചിത്രമാണ് ഈ തന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ദ കവറിങ് ഓഫ് ദ സെൽ. ഒരു സെല്ലിനൊരു കവറിങ് ഉണ്ടായിരിക്കും, അതിന് പറയുന്ന പേര് സെൽ മെംബ്രൈൻ, കോശസ്തരം. സെൽ മെംബ്രൈൻ അല്ലെങ്കിൽ കോശസ്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, ആർ ദ ഗോഡ് സെൽസ് ദ അതർ സെൽസ് ഇൻ ദ ലീവ്സ് ആൻഡ് ദ സെൽസ് ഇൻ ദ ഒണിയൻ പീൽ സെയിം ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. അതായത് നമ്മുടെ ഒണിയൻ പീൽ എന്ന് വെച്ചാൽ ഉള്ളിത്തൊലി ഉണ്ടല്ലോ, ഉള്ളിത്തൊലിയിലെ സെൽസും പിന്നെ ലീവ്സിലുള്ള ഗാഡ് സെൽസ്, ലീവ്സിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് സെല്ലാണ് ഗാഡ് സെൽ എന്ന് പറയും, കാവൽ കോശങ്ങൾ. പിന്നെ മറ്റ് സെൽസും, ഗാഡ് സെൽസും പിന്നെ മറ്റ് സെൽസും, ഇതെല്ലാം ഷേപ്പിലും സൈസിലും ഒക്കെ ഒരേപോലെ ആണോ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒണിയൻ പീലിലുള്ള സെൽസും നമ്മുടെ ലീഫിലുള്ള സെൽസും, ഗാഡ് സെൽസും ഉണ്ട്, മറ്റ് സെൽസും ഒക്കെ ഉണ്ട് നമ്മുടെ ലീഫിൽ. ഇതൊക്കെ ഒരേപോലെയാണോ, അതിൻ്റെ സൈസും അതിൻ്റെ ഷേപ്പും ഒക്കെ ഒരേപോലെയാണോ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഒരേപോലെ ആണോ? നോക്കിയോ ആൻസർ. ഇൻ ഒണിയൻ പീൽ we can see many cells just like the bricks of the wall. ഒണിയൻ പീൽ, ഇതിൻ്റെ ഫിഗർ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, നിങ്ങൾ നോക്കിക്കൊള്ളണം കേട്ടോ. ഒണിയൻ പീലിൽ, ഉള്ളിത്തൊലിയിൽ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ, നമുക്ക് കാണാൻ കഴിയും. ഇൻ ഒണിയൻ പീലിൽ, ഉള്ളിത്തൊലിയിൽ വി ക്യാൻ സീ, നമുക്ക് കാണാൻ കഴിയും. എന്ത് കാണാൻ കഴിയും? മെനി സെൽസ്, ഒരുപാട് സെൽസ് കാണാൻ കഴിയും. എങ്ങനെയുള്ള സെൽസ്? ജസ്റ്റ് ലൈക്ക്, അതുപോലെ. ഏതുപോലെ? ദ ബ്രിക്സ് ഓഫ് ദി വാൾ, നമ്മുടെ ചുമരില്ലേ, വാൾ എന്ന് വെച്ചാൽ ചുമരിൽ ബ്രിക്സ് വച്ചേക്കുന്ന പോലെ. ബ്രിക്സ് എന്ന് വെച്ചാൽ ഇഷ്ടിക. അപ്പോൾ ബ്രിക്സ് ഓഫ് ദി വാളിൽ ബ്രിക്സ് ഇങ്ങനെ വച്ചേക്കുന്നത് എങ്ങനെയാണോ അതിൻ്റെ ഫിഗർ നമ്മളുടെ ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേപോലെയാണ് ഒണിയൻ പീലിൽ സെൽസ് കാണപ്പെടുന്നത്. ആ ഫസ്റ്റ് സെൻറ്റൻസ് മനസ്സിലായോ? അടുത്ത സെൻറ്റൻസ് നോക്കിയോ. ഇൻ പീൽ ഓഫ് ലീഫ്, ലീഫിൻ്റെ തൊലിയിലാണെങ്കിൽ ബീൻ ഷേപ്ഡ് ഗോഡ് സെൽസ് ആർ സീൻ. ഈ ഗോഡ് സെൽസ് കാണപ്പെടുന്നുണ്ട്. ഗോഡ് സെൽസ് എന്ന് വെച്ചാൽ കാവൽ കോശത്തിൻ്റെ ഷേപ്പ് എന്താണ്? ബീൻ, പയറിൻ്റെ വിത്തുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ബീൻ എന്ന് പറയുന്നത്. അപ്പോൾ ബീനിൻ്റെ ഷേപ്പിലുള്ള ഗോഡ് സെൽസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഓൾസോ വി ക്യാൻ സീ സ്മോൾ ഓപ്പണിങ്സ് കോൾഡ് സ്റ്റൊമാറ്റ. പിന്നെ നമുക്ക് അവിടെ കാണപ്പെടുന്നത് ഈ ഗോഡ് സെൽസ് ഉണ്ടല്ലോ, ഗോഡ് സെൽസിൻ്റെ നടുക്കൊരു ചെറിയ ഓപ്പണിങ് കണ്ടിട്ടുണ്ടോ? ടെസ്റ്റിൽ ഫിഗർ നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ഓപ്പണിങ് കാണും, അതിനാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾസോ വി ക്യാൻ സീ സ്മോൾ ഓപ്പണിങ്, ചെറിയ ഓപ്പണിങ്സ് ഉണ്ടായിരിക്കും. ഇതിനെ കൂടാതെ, ഈ ഗോഡ് സെൽസിനെ കൂടാതെ അതിൻ്റെ അകത്ത് ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടായിരിക്കും, കോൾഡ് സ്റ്റൊമാറ്റോ. അതിനെ നമ്മൾ എന്താ പറയുന്നത്? സ്റ്റൊമാറ്റ എന്ന് പറയുന്നു. അപ്പോൾ സ്റ്റൊമാറ്റയും ഗോഡ് സെൽസും ഉണ്ട്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിയോ. എറൗണ്ട് ദ ഗോഡ് സെൽ, ഈ ഗോഡ് സെല്ലിന് ചുറ്റുമായിട്ട് ഓർഡിനറി സെൽസ് ആർ സീൻ, സാധാരണ സെൽസ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഗോഡ് സെൽസിന് ചുറ്റും ഓർഡിനറി സെൽസും കാണപ്പെടുന്നുണ്ട്. ഇൻ ആൻ ഓർഗാനിസംസ്, ഇനി ഒരു ഓർഗാനിസത്തിൽ, ഒരു ജീവിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആർ സീൻ, പല തരത്തിലുള്ള സെൽസ് കാണപ്പെടുന്നുണ്ട്. ആൻഡ് ദേ ആർ ഡിഫർ ഇൻ ദെയർ സൈസ്, ഷേപ്പ് എക്സെട്ര. ഈ സെൽസ് എല്ലാം അവയുടെ സൈസിലും ഷേപ്പിലും വ്യത്യാസമായിരിക്കും അല്ലേ? ഒരു ഓർഗാനിസത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് കാണപ്പെടുന്നുണ്ട്. ഈ ഓരോ സെൽസും അവയുടെ ഷേപ്പിലും അവയുടെ സൈസിലും ഒക്കെ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദി സെൽസ് വേരീസ് അക്കോർഡിംഗ് ടു ദെയർ ഫങ്ഷൻസ്. അവയുടെ ഫങ്ഷൻ അനുസരിച്ചാണ് ഈ പറയുന്ന സെൽസിൻ്റെ സൈസും ഷേപ്പും ഒക്കെ വേരി ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്യത്യാസമാകുന്നത്. അപ്പോൾ ഒരു സെല്ലിൻ്റെ സൈസും അതിൻ്റെ ഷേപ്പും ഒക്കെ വ്യത്യാസപ്പെടുന്നത് എന്ത് വെച്ചിട്ടാണ്? അതിൻ്റെ ഫങ്ഷൻസ് എന്താണോ അതനുസരിച്ചായിരിക്കും. മനസ്സിലായോ? അപ്പോൾ
അതായത് ഒണിയൻ പീലിലും ലീഫിലും കാണപ്പെടുന്ന സെൽസ് എങ്ങനെയുള്ളതല്ല, ഒരേപോലെ ഉള്ളതല്ല. അവരെന്തുണ്ട്, അവിടെ വ്യത്യാസമുണ്ട് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ വ്യത്യാസം എങ്ങനെയാണ് വന്നേക്കുന്നത്? ആ സെല്ലിൻ്റെ ഫങ്ഷൻ എന്താണോ അതനുസരിച്ചാണ് അതിൽ വ്യത്യാസം വന്നേക്കുന്നത്. മനസ്സിലായല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. അതർ പാർട്സ് യു ഹാവ് ലേബിൾഡ് ഇൻ അനിമൽ സെൽ സീൻ ഇൻ പ്ലാന്റ് സെൽ ടു. നമ്മൾ അനിമൽ സെല്ലിൽ ലേബൽ ചെയ്യുന്ന എല്ലാ പാർട്ടും പ്ലാന്റ് സെല്ലിലും ഉണ്ടോ? ആൻസർ യെസ്. വി ക്യാൻ ഫൈൻഡ് ഓൾമോസ്റ്റ് ഓൾ ദ പാർട്സ് ഓഫ് ആൻ അനിമൽ സെൽ ഇൻ എ പ്ലാന്റ് സെൽ. അതായത് യെസ്, അതെ, വി ക്യാൻ ഫൈൻഡ്, നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ത്? ഓൾമോസ്റ്റ് ഓൾ ദ പാർട്സ് ഓഫ് ആൻ അനിമൽ സെൽ. അനിമൽ സെല്ലിലെ എല്ലാ പാർട്സും, മിക്കവാറുള്ള എല്ലാ പാർട്സും ഇൻ എ പ്ലാന്റ് സെൽ, ഒരു പ്ലാന്റ് സെല്ലിൽ. അപ്പോൾ അനിമൽ സെല്ലിൽ എന്തൊക്കെ പാർട്സ് ഉണ്ടോ ആ ആൾമോസ്റ്റ് എല്ലാ പാർട്സും ഏതിലും ഉണ്ട്? ആ പ്ലാന്റ് സെല്ലിലും ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ഇസ് ദെയർ എനി പാർട്ട് ഇൻ എ പ്ലാന്റ് സെൽ? പ്ലാന്റ് സെല്ലിലുള്ള ഏതെങ്കിലും ഒരു പാർട്ട് വിച്ച് ഈസ് നോട്ട് ദെയർ ഇസ് ആൻ അനിമൽ സെൽ, അനിമൽ സെല്ലിൽ ഇല്ലാതെ ഉണ്ടോ? പ്ലാന്റ് സെല്ലിലും കുറേ പാർട്സ് ഉണ്ട്, അനിമൽ സെല്ലിലും പാർട്സ് ഉണ്ട്. അപ്പം അനിമൽ സെല്ലിലുള്ള മിക്കവാറും എല്ലാ പാർട്സും എന്തിലും ഉണ്ട്? പ്ലാന്റ് സെല്ലിലും ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ പ്ലാന്റ് സെല്ലിലുള്ള ഏതെങ്കിലും ഒരു പാർട്ട് അനിമൽ സെല്ലിൽ ഇല്ലാതെ ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ആൻസർ നോക്കിയോ. പ്ലാന്റ് സെൽ ആൻഡ് അനിമൽ സെൽസ് ആർ സ്ട്രക്ചറലി സിമിലർ. പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും സ്ട്രക്ചറലി എന്ന് വെച്ചാൽ ഘടനാപരമായിട്ട് സിമിലർ ആണ്, ഒരേപോലെയാണ്. ബട്ട് സെൽ വാൾ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ഫൗണ്ട് ഓൺലി ഇൻ പ്ലാന്റ് സെൽ. പക്ഷേ എന്താണ് സെൽ വാൾ കോശഭിത്തിയും പിന്നെ ക്ലോറോപ്ലാസ്റ്റ് നമ്മുടെ ഹരിതകണം, ഇത് രണ്ടും എന്തിൽ മാത്രമേ ഉള്ളൂ? നമ്മുടെ പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എ ലാർജ് വാക്യൂൾ ഈസ് പ്രസൻറ്റ് ഇൻ ദ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൽ വാക്യൂൾ പ്രസൻ്റ് ആണ്. വാക്യൂൾ എന്ന് വെച്ചാൽ ഫേനം. അപ്പോൾ ഈ പ്ലാന്റ് സെല്ലിലുള്ള വാക്യൂൾ എന്ന് പറഞ്ഞാൽ ലാർജ് വാക്യൂളാണ്, വളരെ വലിപ്പമുള്ള വാക്യൂൾ അല്ലെങ്കിൽ ഫേനമാണ് ഏതിലുള്ളത്? പ്ലാന്റ് സെല്ലിലുള്ളത്. എന്നാൽ അനിമൽ സെല്ലിലാണെങ്കിൽ ഒരു കുഞ്ഞു ഫേനാണ് ഉള്ളത്. അപ്പോൾ അനിമൽ സെല്ലിൽ ഇല്ലാത്തതും പ്ലാന്റ് സെല്ലിലുള്ളതുമായിട്ടുള്ള രണ്ട് പാർട്സ് ഏതൊക്കെയാണ്? സെൽ വാളും ക്ലോറോപ്ലാസ്റ്റും. വാക്യൂള് രണ്ടിലും പ്രസൻ്റ് ആണ്, പക്ഷേ പ്ലാന്റ് സെല്ലിലുള്ള വാക്യൂള് വളരെ വലിപ്പമുള്ളതും അനിമൽ സെല്ലിലുള്ളത് സ്മോളും ആണ്. വിച്ച് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദി സെൽ ദാറ്റ് ഡിസ്റ്റിങ്വിഷസ് പ്ലാന്റ് സെൽസ് ഫ്രം അനിമൽ സെൽ? ഈ പ്ലാന്റ് സെല്ലിനെ അനിമൽ സെല്ലിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്ന മെയിൻ പാർട്ട് ഏതാണ്? സെൽ കമ്പോണൻസ് ഉണ്ടല്ലോ സെല്ലിലുള്ള ഓരോ പാർട്ടും, അതിൽ ഏത് സെൽ പാർട്ടാണ് അനിമൽ സെല്ലിനെ പ്ലാന്റ് സെല്ലിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത്? ഏതാണ്? സെൽ വാൾ. എന്താണ് സെൽ വാൾ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റോ ഏത് വേണോ സെൽ വാൾ എന്നും എഴുതാം, ക്ലോറോപ്ലാസ്റ്റ് എന്നും എഴുതാം കേട്ടോ.